നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മയുടെ ഉത്തരം എന്തായിരിക്കും എന്ന് എനിക്കറിയാം. അതാ സംഭവിച്ചതെന്ന് കരുതിയ പകുതി ആശ്വാസമായില്ലേ? അപ്പോ അപ്പോ ദൈവത്തിന് ശപിക്കുന്നതിന് പകരം ദൈവത്തോട് നന്ദി പറയാനാവും തോന്നുക. മരിക്കാതെ തിരിച്ചു വന്നത് എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ കൈക്കുഞ്ഞിനെ പോലെ ജീവിക്കാൻ കിട്ടിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അമ്മ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വാർത്ഥതയാ. അച്ഛാ, എന്താമോ? നമുക്ക് ചേച്ചിയും കൊണ്ട് സിദ്ധിമുത്തി ഒന്ന് കാണാൻ പോവാം. ഒരുപാട് നാട്ടുമരുന്നുകളൊക്കെ സിദ്ധിമുത്തിക്ക് അറിയാം. അമ്മ, ആരാ സിദ്ധിമുത്തി? നാട്ടുവൈദ്യൊക്കെ അറിയാവുന്ന സ്ത്രീയാണോ? എന്റെ നാട്ടിലെ സിദ്ധിമുത്തിയുടെ വീട്. ഇപ്പോ കുറച്ച് പ്രായക്കയായി. പെരുവണ്ണാപുരത്തമ്മ സിദ്ധിമുത്തിക്ക് ദർശനം കൊടുത്തിട്ടുണ്ടെന്നാ നാട്ടുകാരൊക്കെ പറയാറ്. സിദ്ധിമുത്തിയോട് അത് ചോദിച്ചാ ചിരിച്ചു കാട്ടും. അച്ഛൻ ചേച്ചിക്ക് വേണ്ടി അഭിഷ്ടസിദ്ധി പൂജ നടത്തിയതല്ലേ. അച്ഛന്റെ ആഗ്രഹം സഫലാവുന്ന ദേവി സൂചനയും തന്നു. പ്രാർത്ഥിച്ച ഫലിക്കുന്നതാണെങ്കിൽ പെരുവണ്ണാപുരത്തമ്മ അത് കണ്ണിന് കാണിച്ചു തരും. തുറന്ന അടയ്ക്കുന്നത് വരെ സിദ്ധിമുത്തി ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ കാണും. അത്രയ്ക്കും ദേവികടാക്ഷം അവർക്കുണ്ട്. എന്റെ അമ്മ, അമേരിക്കയിലെ ഡോക്ടേഴ്സ് നോക്കിയിട്ട് കഴിയാത്ത കാര്യം എങ്ങനെയാ ഒരു നാട്ടും പുറത്ത് മുത്തശ്ശിയെ കൊണ്ട് സാധിക്കുന്നത്? നിനക്ക് ദേവിയിലും ആ മുത്തശ്ശിയിലും ഉള്ള വിശ്വാസം കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. കഷായം കുടിച്ചാലും കുഴമ്പും തൈലവും പൂശിയാലും എന്റെ കാലുകൾക്ക് ചലനശേഷി ഉണ്ടാവില്ല. അതിനുള്ള മരുന്നുകളൊന്നും നാട്ടിൻ പുറത്ത് കിട്ടാനും പോകുന്നില്ല. ചേച്ചിക്ക് എന്നെ വിശ്വാസമില്ലല്ലേ? ആ വിശ്വാസം പോരല്ലോ അമ്മ എന്റെ പ്രശ്നത്തിന് പരിഹാരമാവാൻ. അമ്മ പറഞ്ഞ സിദ്ധിമുത്തിയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതായി ഞാൻ ഓർക്കുന്നു. കാവി ധരിച്ച് രുദ്രാക്ഷം അണിഞ്ഞ, പല്ലില് കറുപ്പ് ബാധിച്ച ഒരു സ്ത്രീയല്ലേ? അതെ അച്ഛാ. അഭീഷ്ടസിദ്ധി പൂജയ്ക്കൊപ്പം നമുക്ക് തരുന്ന പ്രസാദം ചുവന്ന പൂക്കളാണെങ്കിൽ പ്രാർത്ഥിച്ച ആഗ്രഹം സഫലമാകും. വെള്ള പൂക്കളാണെങ്കിൽ നമ്മുടെ ആഗ്രഹം നടക്കില്ല. അവരാ അഭീഷ്ടസിദ്ധി പൂജയുടെ ഫലത്തെപ്പറ്റി എന്നോട് പറഞ്ഞത്. കേട്ടില്ലേ? ദേവിയായിട്ട് അച്ഛന്റെ മുന്നിലേക്ക് സിദ്ധിമുത്തിയെ ഒന്ന് കൊണ്ടുവന്നത്. ഞാൻ പറയുന്നത് ചേച്ചി ഒന്ന് വിശ്വസിക്ക്. അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോ എനിക്കൊരു വിശ്വാസമൊക്കെ തോന്നുന്നു. നമുക്ക് മോളെയും കൊണ്ട് അങ്ങോട്ട് പോയാലോ പ്രഭേ? നിങ്ങൾ പൊക്കും, പക്ഷെ എന്നെ കൂട്ടാൻ നിൽക്കണ്ട. തൈലത്തിന്റെ ഗന്ധം ശ്വസിച്ചാൽ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും. പിന്നെ ആ ദേഹത്ത് വാരി പുരട്ടുന്നത്. നാട്ടു ചികിത്സയ്ക്ക് പരിമിതികളുണ്ട്. സർജറി നടത്താനോ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനോ നാട്ടുവൈദ്യന്മാർക്ക് കഴിയും. അമ്മ അതെന്താ ആലോചിക്കാത്തെ? നീ ഇതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഞാനിനി ഇത്തരം പരീക്ഷണങ്ങൾക്കില്ല. ഡോക്ടർ പറഞ്ഞത് എന്തോ അത് നടക്കട്ടെ. സഹിക്കാനല്ലാതെ നമുക്ക് എന്തിനു കഴിയും? എന്റെ ജീവിതത്തിൽ എന്തു വന്നാലും ഞാൻ സഹിക്കും. പക്ഷേ ഇതെനിക്ക് കഴിയില്ല. സ്ത്രീക്കുട്ടിക്ക് കാലുകളില്ലെങ്കിൽ പോലും സഞ്ജു അവളെ സ്വീകരിക്കും. അതിനുള്ള മനസ്സ് അവനുണ്ട്. സഞ്ജു അതിന് തയ്യാറാവുമെന്ന് എനിക്കറിയാം. പക്ഷേ സ്വാതി
സഞ്ജുവിന്റെ ആഗ്രഹത്തിന് വഴങ്ങി കൊടുക്കില്ല. അവന്റെ ജീവിതം ഇല്ലാതാക്കാൻ അവൾ തയ്യാറാവില്ല അങ്കിളെ. ഈ കുടുംബത്തിന് ഒരു അനന്തരാവകാശി വേണമെന്ന് സ്വാതിക്കറിയാം. അതിനുവേണ്ടി കവിതപ്പച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. സഞ്ജുവിന്റെ കൂടെ ജീവിക്കാൻ ഇനി മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ പോലും സ്വാതി അതിന് തയ്യാറാവില്ല. കുറ്റബോധമാവും അവൾക്കുണ്ടാവാൻ പോകുന്നത്. സഞ്ജു അമ്മുവിന്റെ കഴുത്തിൽ താലികെട്ടിയ വിവരം ഇപ്പോഴും പ്രബേട്ടൻ പുറത്തുവിടാതെ മൂടി വെച്ചിട്ട് സഞ്ജു അമ്മുവിനെ സ്വീകരിക്കാനാണ് പറഞ്ഞത്. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. അതിപ്പോഴല്ലേ പറയേണ്ടത്? അത് പറഞ്ഞ കുടുംബത്തിൽ തകർച്ച സംഭവിക്കുമെന്ന് പ്രമേയങ്ങൾ അറിയാം. ഈ കുടുംബത്തിന് നല്ലത് വരാൻ മാത്രമേ പ്രമേയങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. സഞ്ജുവിന്റെ അമ്മുവിന്റെ വിവാഹക്കാര്യം അങ്കിൾ പറയാതെ തന്നെ അവരുടെ വിവാഹം നടന്നു കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിനോളം വലിയ മനസ്സ് വേറെ എന്തുണ്ട്? അതും ശരിയാ. അമ്മു വഞ്ചകിയല്ലെന്ന് ഒരിക്കൽ കൂടി പ്രബേട്ടന്റെ മുന്നിൽ തെളിയിച്ചു കൊടുത്തില്ലേ? അവളുടെ നിരപരാധിത്വവും ഈ കുടുംബത്തോടുള്ള സ്നേഹവും പ്രബേട്ടന് ബോധ്യമാവുകയും ചെയ്തു. ഇനിയൊരു പ്രതീക്ഷയുമില്ല. മിക്കവാറും ഉടനെ തന്നെ പ്രഭയങ്ങളും കുടുംബം ഇവിടുന്ന് പോകും. അങ്ങനെയാണെങ്കിൽ സ്വാതിക്കൊപ്പം അമ്മുവും പോവും. അതോടെ ഈ കുടുംബത്തിന്റെ എല്ലാ സന്തോഷവും ഇല്ലാതാവും. ആരും പരസ്പരം സംസാരിക്കാതാവും. മംഗലശ്ശേരിയിൽ പിന്നീട് ഇരുട്ട് മാത്രമാവും. നീ നോക്കിക്കോ. സഞ്ജനയുടെ കാര്യം പറഞ്ഞ് സ്ത്രീക്കുട്ടി വീണ്ടും സഞ്ജുവിനെ വിടാതെ പിന്തുടരും. സഞ്ജന ഇപ്പോഴും ഇവിടെ കഴിയുന്നത് സഞ്ജുവിനെ സ്വന്തമാക്കാനാ. അതെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. സ്നേഹിച്ച പെണ്ണും താലി കെട്ടിയ പെണ്ണുമല്ല സഞ്ജുവിന് ദൈവം വിധിച്ചതെങ്കിലോ അത് മറ്റൊരു പെണ്ണാണെങ്കിൽ അത് സഞ്ജന തന്നെയായിരിക്കും. നമ്പീശ, എന്താ മോളെ? സഞ്ജന വന്നോ? മോള് വന്നല്ലോ. എന്നിട്ട് റൂമിൽ പോയോ? എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാ തോന്നുന്നേ. മുഖം വീർപ്പിച്ച കയറിപ്പോയത്. നമ്പീശൻ കാരണം എന്താന്ന് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചതാ മോളെ, പക്ഷേ മറുപടി ഒന്നും പറയാതെ ഒറ്റ പോക്കായിരുന്നു. എന്താ മോളെ? കവിത എന്നെ വിളിച്ചിരുന്നു. ആ സഞ്ജു എന്റെ മോളെ നാണം കെടുത്തി വിട്ടു. അവൻ വിളിച്ചിട്ടൊന്നുമല്ല അവള് മംഗലശ്ശേരിയിലേക്ക് പോയത്. ഞാനത് ഊഹിച്ചതല്ലേ. എന്ത് ചെയ്യാം, എന്റെ ഒരേ ഒരു മകളാ. അവൾ ഇങ്ങനെയായ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഇനി ഞാൻ ചെന്ന് വിളിച്ചാ പോലും അവള് വാതിൽ തുറക്കാൻ പോകുന്നില്ല. അല്ല, ഏതിനും മോളെ എന്നൊന്ന് സമാധാനിപ്പിക്ക. അവൾ ആഗ്രഹിക്കുന്ന വഴിക്കൊന്നും കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ലെന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.